ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 2-3 തിരുലിഖിതങ്ങൾ. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അറിവിന്റെ ആരംഭം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തിന്റെ വഴികളും അവിടുത്തെ ഇംഗിതങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി കാലാകാലങ്ങളിൽ അവിടുന്ന് തിരുവചനത്തിലൂടെയും അവിടുത്തെ പ്രവാചകന്മാരിലൂടെയും അവിടുന്ന് ലോകത്തോട് സംസാരിക്കുകയാണ്. ഈ 1 മണിക്കൂറിൽ ഇതാ ദൈവം നമ്മുടെ ജീവിതത്തിന് ഇതാ തൂക്കുകട്ട പിടിച്ച് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിന്റെയും നിത്യതയുടെയും ഉടമസ്ഥതയിലേക്ക് ഉയർത്താൻ നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിനുള്ളൊരു മാനസിക അവസ്ഥയോടെ വേണം ഈ സമയത്ത് നാം ഇവിടെ ആയിരിക്കാൻ. പലതരത്തിലുള്ള വ്യഗ്രത, പലതരത്തിലുള്ള പാപങ്ങൾ, ഇതിന് തൊട്ട് മുമ്പ് തന്നെ പല വിധത്തിലുള്ള അവസ്ഥയിലാണ് നമ്മൾ കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ ഇതാ ദൈവം ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇതിൽ ദൈവം 3 കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 1, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക. 2, അവിടുത്തെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന വിധമുള്ള ഒരു ദൈവഭയം, ഒരു വിനീത ഭാവം, ഒരു എളിമപ്പെട്ട ഹൃദയം. അതുപോലെ തന്നെ ദൈവം പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിന്റെ മുമ്പിൽ ഹൃദയം തുറന്നിരിക്കുന്ന നിഷ്കളങ്കമായ ഹൃദയം. ഇപ്പോൾ കട്ടിയായ ഹൃദയം, ഒരു എതിർപ്പ്, അതൊക്കെ ഉണ്ടെങ്കിൽ നിഷ്കളങ്കം ഒന്ന് എളിമപ്പെടുത്തുക. മക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഉറക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. കുട്ടികളും മാതാപിതാക്കളും ഒരുപോലെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണം. ആരെങ്കിലും ഇനി ഇതിൽ പങ്കുചേരാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നെങ്കിൽ അവരും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. രോഗികൾ അവരുടെ രോഗാവസ്ഥയിൽ ആ കിടക്കയിൽ തന്നെ കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാവുന്നതാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപവും ഞങ്ങളുടെ പാപവും പാപമാർഗങ്ങളും പാപമാർഗങ്ങളും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി രക്ഷിതാവും കർത്താവുമായി ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. സാത്താനെയും അവന്റെ എല്ലാ വഴികളെയും അവന്റെ എല്ലാ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വൈരാഗ്യ പ്രകൃതിയും ഞങ്ങളുടെ വൈരാഗ്യ മദ്യപാന സ്വഭാവവും എല്ലാ തിന്മകളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. യേശുവേ, ഈ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, എന്നെ രക്ഷിക്കണമേ. യേശുവേ, എന്നെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന ഓരോ മക്കളുടെ മേലും നിറയണമേ. ഓരോ കുടുംബങ്ങളുടെ മേലും നിറയണമേ. ഓരോ സമൂഹത്തിന് മേലും നിറയണമേ. ഓരോ സിസ്റ്ററിന്റെ മേലും നിറയണമേ. ഓരോ മക്കളുടെ മേലും നിറയണമേ. വിദ്യാർത്ഥികളുടെ മേൽ നിറയണമേ. രോഗികളുടെ മേൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. തിന്മകളെ ശാസിക്കുന്ന കർത്താവേ, അന്ധകാര കോട്ടകളെ ബന്ധിക്കുന്ന കർത്താവേ, നാരകീയ സേനകളെ ശാസിക്കുന്നു. യേശുനാമത്തിൽ വിട്ടുമാറി പോട്ടെ. ആരാധന, ആരാധന. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹമുള്ള ദൈവമേ,
പ്രത്യേക നിയോഗങ്ങളോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. വലിയ കണ്ണുനീര്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന വലിയ ദുഃഖഭാരങ്ങൾ, മനോവിഷമങ്ങൾ ഈ നിമിഷം തന്നെ അവിടുന്ന് കൈകൾ കൊണ്ട് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ബാലികാബാലന്മാരെ അനുഗ്രഹിക്കണമേ, എല്ലാ വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ, കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഇതെല്ലാം സംഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ഞായറാഴ്ച ആചരണം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം, ചിലർ സാധാരണ ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 10-20 വർഷത്തെ ശുശ്രൂഷകളുമായി അനേക രാജ്യങ്ങളിലും അനേകം കുടുംബങ്ങളും അനേകം വംശങ്ങളുമായി ഇടപെടാൻ ഇടവന്നിട്ടുണ്ട്. പല ആളുകളുടെയും ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ഊരാക്കുടുക്കിൽ പെട്ടത് മാതിരി ജനം കടന്ന് കഷ്ടപ്പെടുകയാണ്. ഒരുപാട് കുടുംബങ്ങളിൽ ജീവൻ എതിരായ ശക്തി വിളയാട്ടം നടത്തുകയാണ്. ഒരുപാട് കുടുംബങ്ങളിൽ അവരുടെ കുടുംബ സമാധാനത്തിനും കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും എതിരായ ശക്തി ഈ ആന കരിമ്പും കാട്ടിൽ കയറിയ മാതിരി അങ്ങോട്ട് നാശം വിതച്ച് അങ്ങോട്ട് അതിനകത്ത് കൂടെ അങ്ങോട്ട് മതിക്കുകയാണ്. പല സമൂഹങ്ങളിലും അന്തഛിദ്രം പെരുകുകയാണ്. പല ഇടവകകളിലും പല സമൂഹങ്ങളിലും വിശ്വാസികൾ സമൂഹങ്ങളിലും ദൈവത്തിന്റെ അനുഗ്രഹം വേര് പാകുന്നില്ല, കുടികൊള്ളുന്നില്ല. അനുഗ്രഹം വന്നാൽ ചേമ്പിന്റെ ഇലയിൽ വെള്ളം വീണ മാതിരി അത് സ്പർശിക്കാതെ അടുത്തയാളുടെ വീട്ടിലേക്ക്, അടുത്ത സമൂഹത്തിലേക്ക് അത് പെട്ടെന്ന് കാലുമാറ്റം, സ്ഥാനമാറ്റം പോവുകയാണ്. കുടുംബങ്ങളിൽ അനുഗ്രഹം കുടികൊള്ളുന്നില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവമേ, എന്താണ് ഈ വിശ്വാസികളുടെ സമൂഹം ഇങ്ങനെ വിഷമിക്കാൻ കാരണം? ഇവർ തലകുത്തി മറിയുന്നു, രാപകൽ അധ്വാനിക്കുന്നു, ഒന്നിനും കുറവ് വരുത്തുന്നില്ല. നോട്ടവാശിയിൽ ഒന്നാമൻ, സമർപ്പണത്തിൽ ഒന്നാമൻ, അധ്വാനത്തിൽ ഒന്നാമൻ, സാമർത്ഥ്യത്തിൽ ഒന്നാമൻ. പക്ഷേ ജീവിതത്തിൽ നോക്കുമ്പോൾ ആകെ ഒരു പരാജയം. എന്താ കർത്താവേ ഈ ഒരു കുടുംബത്തിന് പറ്റിയത്? കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ജെറമിയ പ്രവചനത്തിലെ 17-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ ഈ ജനത്തോട് പ്രഘോഷിക്കുക കർത്താവിന്റെ ആത്മാവ് എന്നെ നിർബന്ധിച്ചു. ആ വചനം ഇപ്പോൾ ഒന്ന് വായിച്ച് കേൾക്കാൻ പോവുകയാണ്. ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 19 മുതലുള്ള തിരുലിഖിതങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, യൂദാ രാജാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബെഞ്ചമിൻ കവാടത്തിലും ജെറുസലേമിന്റെ സകല കവാടങ്ങളിലും ചെന്ന് പറയുക. ജെറുസലേമിന്റെ സകല കവാടങ്ങളിലും ചെന്ന് പറയുക. ജെറുസലേമിന്റെ സകല പുത്രീപുത്രന്മാരും ഈ വിവരം അറിഞ്ഞിരിക്കട്ടെ. ഇസ്രായേൽ മക്കളെല്ലാം ഈ വാർത്ത കേൾക്കണം, ഈ ദൂത് കേൾക്കണം, ഈ ഒരു സന്ദേശം അറിയണം. ദൈവം ആഗ്രഹിക്കുകയാണ്, ജെറുസലേമിന്റെ സകല കവാടങ്ങളിലും ചെന്ന് നീ ഈ ദൂത് അറിയിക്കുക. യൂദയാ രാജാക്കന്മാരെ, യൂദയായിലെ ജനങ്ങളെ, ജെറുസലേം നിവാസികളെ, ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ കർത്താവിന്റെ വാക്ക് കേൾക്കുവീൻ. കർത്താവ് അരുളി ചെയ്യുന്നു, ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത്രയും ഗൗരവമേറിയ ഒരു വിഷയമാണിത്. നിന്റെ ജീവൻ വേണമെങ്കിൽ നീ സൂക്ഷിക്കണം ഈ കാര്യത്തിൽ എന്നാണ് തന്റെ പ്രവാചകൻ വഴി തന്റെ ജനത്തോട്, അത് ഒന്നോ രണ്ടോ ജനത്തോടല്ല, യൂദയാ നിവാസികളോട്, ജെറുസലേം നിവാസികളോട്, രാജാക്കന്മാരോട്, ഭരണകർത്താർ, ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന സകലരുമേ കേൾക്കുവീൻ. ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക. വചനം പഠിപ്പിക്കുകയാണ്. എന്ത് കാര്യത്തിലാണ് സൂക്ഷിക്കേണ്ടത്? സാബത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ
ജെറുസലം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത്. സാബത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത്. ജോലി ചെയ്യുകയും അരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ സാബത്ത് ദിവസത്തെ വിശുദ്ധമായി ആചരിക്കുവിൻ. ഇതാണ് കുടുംബങ്ങൾക്കും രാജ്യങ്ങൾക്കും ജനതകൾക്കും സമൂഹങ്ങൾക്കും കർത്താവ് നൽകുന്ന നിർദ്ദേശം. കർത്താവ് തന്റെ വചനം വഴിയും പ്രവാചകന്മാർ വഴിയും പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളത് പോലെ നിങ്ങൾ എന്റെ സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഞായറാഴ്ച ആചരണം. ഇന്ന് അനേകം പട്ടണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നൊരു കാര്യമാണ് ഓപ്പൺ ഓൾ സൺഡേസ്. ഒരുപാട് കടകളുടെ പ്രവർത്തനത്തെ കുറിച്ച് റോഡ് സൈഡുകളിൽ വലിയ ബോർഡുകളും വലിയ പരസ്യങ്ങളും കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. നോക്കുമ്പോൾ അതിൽ പല ബിസിനസ് സ്ഥാപനങ്ങളും വിശ്വാസികളുടെ നേതൃത്വത്തിലുള്ളതാണ് എന്നതാണ് സത്യം. ഞായറാഴ്ചകളിൽ തുറന്ന് പ്രവർത്തിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ശരി, ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം, ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അടിത്തറയുണ്ടെന്ന് തോന്നുന്ന ഒരു കാലഘട്ടമായിരിക്കാം. എന്നാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, രാജാക്കന്മാരും പ്രഭുക്കന്മാരും കച്ചവടക്കാരും എല്ലാവരും ശ്രദ്ധിച്ചാൽ അവനവന് കൊള്ളാൻ ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഞായറാഴ്ച ദിവസം നമ്മൾ തുറന്ന് പ്രവർത്തിച്ചാലുള്ള കുഴപ്പം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭയുടെ കൽപ്പന നിങ്ങൾ കേട്ടിട്ടില്ലേ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2177 ഖണ്ഡിക മുതൽ 2179 ഖണ്ഡിക വരെ ഞായറാഴ്ച ആചരണത്തെ കുറിച്ച് നമുക്കായി വിശദമായി പ്രബോധനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. 2177 ഖണ്ഡിക കർത്താവിന്റെ ദിവസത്തിന്റെയും കർത്താവിന്റെ കുർബാനയുടെയും ആഘോഷം സഭാ ജീവിതത്തിന്റെ ഹൃദയത്തിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സഭ തുടങ്ങിയ കാലഘട്ടം തൊട്ട് വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിന്റെ മർമ്മമാണ് കർത്താവിന്റെ ദിവസത്തിന്റെ ആഘോഷം. അതാണ് ഞായറാഴ്ചയുടെ ആഘോഷം. അതുപോലെ കർത്താവിന്റെ കുർബാനയുടെ ആഘോഷം, അത് ഞായറാഴ്ചകളിൽ പള്ളിയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികൾ. അപ്പൊ കർത്താവിന്റെ ദിവസത്തിന്റെ ആഘോഷവും വേണം, കർത്താവിന്റെ കുർബാനയുടെ ആഘോഷം വേണം. പല ആളുകളും ചിന്തിക്കുന്നത് ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി, എന്റെ കടമ തീർന്നു, ഇനി ഞാൻ നോ 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 അങ്ങനെ പാടില്ല മക്കളെ. കർത്താവിന്റെ ദിവസം നമ്മൾ വിശ്രമിച്ചും പ്രാർത്ഥിച്ചും ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിച്ചും ഒരു ദിവസം മുഴുവൻ വിശ്രമ ദിവസമായി നാം ആചരിക്കണം. 2178 ഖണ്ഡിക ക്രൈസ്തവ സമ്മേളനത്തിന്റെ ഈ പതിവ് അപ്പസ്തോലിക കാലത്തിന്റെ ആരംഭം മുതലുള്ളതാണ്. അതാണ് ഹെബ്രായ ലേഖത്തിൽ 10 അധ്യായം 25 വാക്യം വായിച്ചത്. ചിലർ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുമ്പോൾ നാം തമ്മിൽ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് ഞായറാഴ്ചയായി പള്ളി പോകണം, കുർബാനയ്ക്ക് പോകണം, കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രോത്സാഹിപ്പിക്കണം, സമൂഹങ്ങൾ തമ്മിൽ പ്രോത്സാഹിപ്പിക്കണം. ഞായറാഴ്ച ആഘോഷം ഒരു വലിയ സംഭവമാക്കി ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ താലോലിക്കണം. ഇതാണ് ദൈവവചനത്തിന്റെ ആത്മാവ് ഓരോ വിശ്വാസിയെയും ഉത്ബോധിപ്പിക്കുന്നത്. ഇനി അടുത്തത്, ഞായറാഴ്ച എങ്ങനെയൊക്കെ ചെയ്യണം? പാരമ്പര്യം നിത്യപ്രസക്തിയുള്ള ഒരു ഉത്ബോധനം കാത്തു സൂക്ഷിക്കുന്നു. നേരത്തെ ദേവാലയത്തിലേക്ക് വരിക, കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക, പ്രാർത്ഥനകൾ വഴി പ്രായശ്ചിത്തം ചെയ്യുക, വിശുദ്ധവും ദൈവികവും ആരാധന സന്നിഹിതരായിരിക്കുക, നിന്റെ പ്രാർത്ഥന പൂർത്തിയാക്കുക, സമൂഹത്തെ പിരിച്ചുവിടുന്നവരെ പുറത്തു പോകാതിരിക്കുക. നാം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി നൽകപ്പെട്ടിരിക്കുന്നു.
ആ ഞായറാഴ്ച എന്ത് ചെയ്യണം? നേരത്തെ എഴുന്നേൽക്കണം, നല്ല കുളിച്ചൊരുങ്ങണം, എന്നിട്ട് ഏറ്റവും വിശുദ്ധമായ വസ്ത്രങ്ങൾ അണിയണം. എങ്ങനെയെങ്കിലും പേക്കം പിടിച്ച വസ്ത്രം ഇട്ട് പോയാൽ പോരാ മക്കളെ. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ പോണത്. ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം. ആ ചേച്ചിമാര് കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ അലക്കി തേച്ച് വെടിപ്പാക്കി കുടുംബാംഗങ്ങൾക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, ജീവിത പങ്കാളിക്ക് കൊടുക്കണം. അങ്ങനെ നല്ല വിശുദ്ധിയുള്ള, നല്ല വെടിപ്പുള്ള, നല്ല വസ്ത്രങ്ങളിട്ട് മക്കളെല്ലാം ദേവാലയത്തിലേക്ക് പോകട്ടെ. നല്ല വസ്ത്രങ്ങളിട്ട് നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ദേവാലയത്തിലേക്ക് പോകട്ടെ. കുടുംബത്തിൽ വസ്ത്രം അലക്കി തേച്ച് നല്ല വിശുദ്ധ വസ്ത്രം അണിഞ്ഞു പോകാൻ കുടുംബത്തിൽ ശ്രദ്ധ വേണം. അപ്പൊ നേരത്തെ എഴുന്നേൽക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നേരത്തെ ദേവാലയത്തിലേക്ക് പോകണം. എന്തിനു വേണ്ടിയാ? കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ നിത്യ പാരമ്പര്യം, നിത്യ പ്രാധാന്യമുള്ള പ്രബോധനം പഠിപ്പിക്കുകയാണ്. നേരത്തെ ചെന്ന് പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. കുടുംബത്തിൽ മക്കളുണ്ട്, ജീവിതഭാഗങ്ങൾ പലരുമുണ്ട്. അതുകൊണ്ട് അവരുടെ കഴിയുന്ന പല വീഴ്ചകളും വന്നിട്ടുണ്ടാവും. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം, വംശത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. കുർബാനയുടെ സമയത്ത് ഓടിപ്പിടിച്ചങ്ങോട്ട് കയറിയ പോരാ എന്നാണ് സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നത്. കുർബാനയ്ക്ക് മുമ്പേ നേരത്തെ പള്ളിയിൽ ചെല്ലണം. ഞാൻ തൃശ്ശൂർ പ്രദേശത്ത് യാത്രത്തിന് നമ്മൾ കണ്ട കാഴ്ച, അവിടെ ഒരുപാട് പേര് കുർബാനയ്ക്ക് മുമ്പ് നേരത്തെ പള്ളി വന്ന് സിമിത്തേരി സന്ദർശിച്ച് കാർന്നോമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പള്ളിയിൽ കയറി ഒത്തിരി പ്രാർത്ഥനകൾ അവർ പൂർത്തിയാക്കുന്നു. ജപമാല ചൊല്ലുന്നു, യോസേപ്പിതാവിന് പ്രാർത്ഥിക്കുന്നു, അവർ നൊവേന ചൊല്ലുന്നു. പല പ്രാർത്ഥനകളും ഓരോരുത്തർക്ക് സ്വന്തമായുണ്ട്. അതെല്ലാം അവർ പ്രാർത്ഥനകൾ പൂർത്തിയാക്കുന്നു കുർബാനയ്ക്ക് മുമ്പ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുന്നത്, പാരമ്പര്യം നിത്യപ്രസക്തിയുള്ള ഒരു ഉത്ബോധനം കാത്തു സൂക്ഷിക്കുന്നു. നേരത്തെ ദേവാലയത്തിൽ വരിക, കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക. കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പോയി നന്നായിട്ട് അനുദപിച്ച് മനസ്സ് തുറന്ന് പൊട്ടിക്കരഞ്ഞ് ഒരു നല്ല കുമ്പസാരം അങ്ങോട്ട് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നേരത്തെ ചെന്ന് സമയമെടുത്ത് നന്നായിട്ട് കുമ്പസാരിക്കുന്നു, അനുദപിക്കുന്നു, ആ പ്രായശ്ചിത്തങ്ങളൊക്കെ പൂർത്തിയാക്കുന്നു. കർത്താവിനെ സമീപിക്കുക, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക, പ്രാർത്ഥനകൾ പൂർത്തിയാക്കുക, പ്രായശ്ചിത്തങ്ങൾ ചെയ്യുക. അതിനുശേഷം വിശുദ്ധവും ദൈവീകവുമായ ആരാധനയിൽ സന്നിഹിതരാവുക. നിന്റെ പ്രാർത്ഥന പൂർത്തിയാക്കുക. സമൂഹത്തെ പിരിച്ചുവിടുന്നതിന് മുമ്പ് പുറത്തു പോകാതിരിക്കുക. കുർബാന സ്വീകരണം കഴിഞ്ഞു, ഈ ചാടി പോയേക്കാം, അങ്ങനെ ചിന്തിക്കരുത്. സമൂഹത്തെ പിരിച്ചുവിടുന്നതിന് മുമ്പ് നീ പുറത്തു പോകാതിരിക്കുക. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ വൈദികൻ തിരുവസ്ത്രങ്ങൾ മാറാൻ വേണ്ടി സങ്കീർത്തിലേക്ക് പോകുമ്പോൾ നീ കുറച്ചു നേരം കൂടി ദേവാലയത്തിലിരുന്ന് നന്ദി പറഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും ഹൃദയം കൊണ്ട് ദൈവത്തെ നീ ആരാധിക്കണം. നീ എണ്ണി ദൈവം ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറയണം. കുറച്ചു നേരം കൊണ്ട് നീ കുർബാന കഴിഞ്ഞ് ഉടനെ നീ ചാടി പുറത്ത് കിടക്കരുത്. സ്കൂളില് ആ ഒരു UP ക്ലാസ്സിലും LP ക്ലാസ്സിലൊക്കെ നമ്മൾ സാധാരണ ദർശിക്കുന്ന പോലെ 4 മണിയുടെ ബെല്ലടിക്കുമ്പോഴേക്കും ഈ കുട്ടികളെല്ലാം കൂടി ഈ മാളത്തിൽ നിന്ന് എലി പുറത്തേക്ക് ചാടുന്നത് മാതിരി അങ്ങനെ കുർബാന തീർന്ന് അച്ഛനങ്ങോട്ട് പുറകോട്ട് തിരിയുമ്പോഴേക്കും ചാടി നിങ്ങൾ പുറത്തേക്ക് കടക്കരുത്. കുറച്ചു നേരം അവിടെ ഇരിക്കുക മക്കളെ, ദേവാലയത്തിൽ ഇരിക്കുക, ഹൃദയം കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഒരു 5 മിനിറ്റ് നന്ദി പറയുക. അങ്ങനെ ദേവാലയത്തിൽ നിങ്ങൾ സമയം പ്രാർത്ഥനയിലും ദൈവാരാധനയിലും സ്നേഹത്തിലും ചെലവഴിക്കണം. ഇത് നമ്മുടെ വലിയ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തിരുസഭയുടെ കൽപ്പനകളിൽ 5-ൽ ഒരു പ്രധാന കൽപ്പന ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം എന്നുള്ളതത്രേ. മുഴുവൻ കുർബാനയെ പങ്കുകൊള്ളുന്ന പറഞ്ഞാൽ ഈ വിധത്തിൽ ദേവാലയ കർമ്മങ്ങളിൽ നമ്മൾ പങ്കുചേരണം എന്നാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2187 ഖണ്ഡികയിൽ ദൈവത്തിന്റെ സഭ ഇതിന് ഒരു പൊതു നിർദ്ദേശം നൽകുന്നുണ്ട്. ഞായറാഴ്ചകളെയും തിരുനാളുകളെയും വിശുദ്ധീകരിക്കാൻ ഒരു പൊതു പരിശ്രമം ആവശ്യമാണ്. കർത്തൃദിനാചരണത്തെ തടയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അത്യാവശ്യമില്ലാതെ ആവശ്യപ്പെടുക എന്നത് ഓരോ ക്രിസ്ത്യാനിയും ഉപേക്ഷിക്കേണ്ടതാണ്. ഒരു ബിസിനസ്സുകാരൻ ഞായറാഴ്ച ബിസിനസ് സ്ഥാപനം തുറന്നാൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ അവിടെ നിന്റെ കീഴിൽ ഞായറാഴ്ച ജോലി ചെയ്യാൻ നിർബന്ധിതനാകും. ഒരു ഫാക്ടറിയുടെ ഉടമ ഞായറാഴ്ച ഫാക്ടറി പ്രവർത്തിച്ചാൽ അവിടെ ജോലി ചെയ്യുന്നവർ ഞായറാഴ്ച നിന്റെ കീഴിൽ ജോലി ചെയ്യാൻ ഇടവരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ നിരോധിച്ചിരിക്കുകയാണ്.
നീ നിന്റെ സ്ഥാപനങ്ങളോ നിന്റെ തൊഴിൽശാലകളോ തുറന്ന് ഞായറാഴ്ച പ്രവർത്തിപ്പിച്ച് മറ്റുള്ളവരുടെ ഞായറാഴ്ച ആചരണത്തെ തടയുന്ന വിധം നീ അതിനൊരു ഹേതുവായി മാറരുത് എന്ന് തിരുസഭ ഉത്ബോധിപ്പിക്കുകയാണ്. കർത്തൃദിനാചരണത്തെ തടയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അത്യാവശ്യമില്ലാതെ ആവശ്യപ്പെടുന്നത് ഓരോ ക്രിസ്ത്യാനിയും ഉപേക്ഷിക്കേണ്ടതാണ്. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും പൗരന്മാർക്ക് വിശ്രമത്തിനും ആരാധനയ്ക്കും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസം പൊതു അവധിയായി അധികാരികൾ ഉറപ്പുവരുത്തണം. തൊഴിൽദായകർക്ക് അവരുടെ തൊഴിലാളികളോട് ഇതേപോലെയുള്ള ഒരു കടമയുണ്ട്. നമ്മൾ തൊഴിൽ സ്ഥാപനം നടത്തുന്നവരായിരിക്കാം, ബിസിനസ് സ്ഥാപനം നടത്തുന്നവരായിരിക്കാം, പലരെയും വിളിച്ച് ജോലിക്ക് നിയോഗിക്കുന്നവരായിരിക്കാം, നിങ്ങൾ മേലുദ്യോഗസ്ഥന്മാരായിരിക്കാം. നിങ്ങളുടെ കീഴിലുള്ളവരോട് നിങ്ങൾക്ക് ദൈവദത്തമായ ഒരു കടമയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവാരാധനയ്ക്കുമായി അവർക്ക് അവധി കിട്ടാൻ തക്കവണ്ണം എല്ലാ ടൈം ടേബിളും ക്രമീകരിക്കണം. ഇത് തൊഴിൽദായകർക്ക് തൊഴിലാളികളോടുള്ള കടമയാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മൾ എങ്ങനെ ചെയ്താൽ എന്താ നമുക്കുള്ള മെച്ചം? ജെറമ്യാ പ്രവചനത്തിൽ 17-ാം അധ്യായത്തിൽ 24-ാം വാക്യം പറയാണ്, നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാബത്ത് ദിനത്തിൽ ഈ നഗരത്തിന്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാബത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗര കവാടങ്ങളിലൂടെ അകത്ത് പ്രവേശിക്കും. അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂദയായിലെ ജനങ്ങളും. അങ്ങനെ നഗരം എന്നും ജനനിബിഡമായിരിക്കും. അങ്ങനെ നഗരം എന്നും ജനനിബിഡമായിരിക്കും. ഇന്ന് എല്ലാം ശോഷിക്കുകയാണ്, മാന്ദ്യത്തിൽപ്പെടുകയാണ്. കുടുംബങ്ങളിൽ വന്ധ്യത, മക്കളുണ്ടാകുന്നില്ല. ബിസിനസ് സ്ഥാപനങ്ങൾ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായി വളർച്ചയില്ല. ജോലി മേഖലകളിൽ തൊഴിലില്ലായ്മ. ഇങ്ങനെ ഈ വരൾച്ചയും ഈ ഒരു ശോഷണവും വന്ന് എന്തുകൊണ്ട്? നിന്റെ നഗരങ്ങൾ എന്നും ജനനിബിഡമായിരിക്കാൻ, എന്നും അഭിവൃദ്ധിയിരിക്കാൻ, എന്നും നല്ല സ്ഥിതിക്കാൻ, എന്നും തഴച്ചു വളർന്നിരിക്കാൻ ദൈവം പറഞ്ഞ ഈ കൽപ്പനയോട് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ നിങ്ങൾ പെരുമാറുന്നു? ആലോചിക്കേണ്ട ഒരു വിഷയമാണ് മക്കളെ. ജെറമ്യാ 17-ാം അധ്യായം 27-ാം തിരുലിഖിതം. എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് സാബത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാബത്തിൽ ചുമടുമായി ജെറുസലേമിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ അതിന്റെ കവാടങ്ങളിൽ തീ പിടിക്കും, അത് ജെറുസലേമിന്റെ കൊട്ടാരങ്ങളെ വിഴുങ്ങും, ആരും അത് കെടുത്തുകയില്ല. ആർക്കും കെടുത്താനാവാത്ത ഒരു അഗ്നി അതിനെ വിഴുങ്ങുമെന്ന് തിരുലിഖിതം മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എന്റെ ദൈവനെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു തന്നെ ആശീർവദിക്കുന്നവൻ വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിന്റെ വിഷവേരാണെന്ന് നീ അറിയണം. എന്റെ തോന്നലല്ല, ദൈവവചനത്തിന്റെ വഴികളാണ് ഞാൻ നിങ്ങൾ മുഖ്യമായി മുറുകെ പിടിക്കേണ്ടത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, എനിക്ക് ജീവനും ജീവിതവും തന്ന കർത്താവേ, എനിക്ക് ജീവനും ജീവിതവും തന്ന കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവിടുന്ന് നൽകിയിട്ടുള്ള വിശുദ്ധ വചനത്തിലെ നിർദ്ദേശങ്ങൾ, വിശുദ്ധ വചനത്തിലെ നിർദ്ദേശങ്ങൾ നന്നായി പാലിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമായ കർത്താവേ, ഈ കുടുംബങ്ങളിൽ ഈ ദൈവമക്കളെ ദൈവവചനം ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്ന അരൂപികളെയും ശക്തികളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, ദൈവകൃപയുടെ അഭിഷേകം നിറയട്ടെ, ദൈവ ആരാധനയുടെ അഭിഷേകം നിറയട്ടെ, ദൈവ സ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 25-ാം തിരുലിഖിതം. ചിലർ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മറിച്ച് ആ ദിനം അടുത്തു വരുമ്പോൾ തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord.
ജീവനേകും ദിവ്യകാരുണ്യം യേശുവേ നീയല്ലയോ. ഏകദൈവം ഞങ്ങൾക്കേകും രക്ഷകൻ നീയല്ലയോ. ഒരു നാളിലും പിരിയാതെ നിൽക്കും സ്നേഹം നീയല്ലയോ. ജീവനേകും ദിവ്യകാരുണ്യം യേശുവേ നീയല്ലയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുക. കർത്താവ് അരികത്തുള്ളപ്പോൾ തന്നെ അവിടുത്തെ തേടുവിൻ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. ഇപ്പോൾ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ രോഗികളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ തകർന്ന ഹൃദയങ്ങളെ അനുഗ്രഹിക്കണമേ. കരുണ തോന്നണമേ. അത്ഭുതങ്ങൾ ചെയ്യണമേ. കിടക്കയിൽ കിടക്കുന്ന കിടപ്പ് രോഗികളുടെ മേൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ജീവനേകും ദിവ്യകാരുണ്യം യേശുവേ നീയല്ലയോ.